ന്യൂസ് മലയാളമടക്കം കേരളത്തിലെ വിവിധ മാധ്യമങ്ങളുടെ വാർത്തകൾ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ പേരുൾപ്പെട്ട വാർത്തകൾ മെറ്റ നീക്കം ചെയ്ത സംഭവത്തിലെ വിവാദം ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല. സോഫ്റ്റ്വെയർ അപ്ഡേഷന്റെ ഭാഗമായാണ് ഇത് സംഭവിച്ചതെന്നും സാങ്കേതിക പിഴവെന്നും മെറ്റ പ്രതിനിധികൾ വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ എന്തൊക്കെ ചെയ്താൽ പോസ്റ്റുകൾ നീക്കം ചെയ്യപ്പെടാം? എന്താണ് മെറ്റയുടെ അപ്ഡേറ്റ് ചെയ്ത കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ്സ്? വിശദമായി തന്നെ പരിശോധിക്കാം. അതായത് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, മെസ്സഞ്ചർ, ത്രെഡ്സ് ഇത്തരത്തിലാണ് മെറ്റയുടെ ഈ സോഷ്യൽ മീഡിയ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ്സുമായി ബന്ധപ്പെട്ടുള്ളത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഉപയോക്താക്കൾക്ക് സുരക്ഷിതവും മാന്യവുമായ ഒരു ഡിജിറ്റൽ അന്തരീക്ഷം ഉറപ്പാക്കുന്നതിനായി മെറ്റ രൂപപ്പെടുത്തിയിരിക്കുന്ന മാർഗനിർദ്ദേശങ്ങളാണ് ഈ മെറ്റ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ഫേസ്ബുക്ക് സ്ഥാപകൻ മാർക്ക് സക്കർബർഗ് ഇൻസ്റ്റഗ്രാമിനെ ഏറ്റെടുത്തതിനു ശേഷമാണ് മെറ്റ എന്നത് ഒരൊറ്റ കമ്പനിയായി മാറിയത്. മെസ്സഞ്ചർ, ത്രെഡ്സ് എന്നിവയും മെറ്റയ്ക്ക് കീഴിൽ തന്നെയാണ്. ഈ പ്ലാറ്റ്ഫോമുകളിലെല്ലാമായി സുരക്ഷിതമായ സാമൂഹ്യ മാധ്യമ ഉപയോഗത്തിന് 27 മാർഗനിർദ്ദേശങ്ങളാണ് മെറ്റ നൽകിയിട്ടുള്ളത്. ഈ മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ചാൽ മെറ്റയ്ക്ക് കൃത്യമായി സാമൂഹിക മാധ്യമങ്ങളിലെ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യാനാകും. ചില അവസരങ്ങളിൽ ശിക്ഷാ നടപടികളിലേക്ക് കടക്കാനും മെറ്റയ്ക്ക് നിശ്ചിത കാലത്തേക്കോ സ്ഥിരമായോ അക്കൗണ്ട് റദ്ദാക്കാനുമൊക്കെ സാധിക്കും. ഇനി 27 മാർഗനിർദ്ദേശങ്ങൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യത്തെ 5 മാർഗനിർദ്ദേശങ്ങൾ ഇതൊക്കെയാണ്. കുറ്റകൃത്യം പ്രോത്സാഹിപ്പിക്കുക, അപകടകരമായ സംഘടനകൾ, ആളുകളെ കബളിപ്പിക്കുന്നത് തുടങ്ങിയവയാണ് ഇത്തരത്തിലുള്ള ആദ്യത്തെ 5 എണ്ണത്തിൽ വരിക. ആദ്യത്തെ 5 നിർദ്ദേശങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നതാണ്. അതായത് കുറ്റകൃത്യം പ്രോത്സാഹിപ്പിച്ചാൽ നടപടിയുണ്ടാകും, അപകടകരമായ സംഘടനകളെ അനുവദിക്കില്ല, ആളുകളെ കബളിപ്പിക്കുന്ന കണ്ടന്റുകൾ നിയന്ത്രിക്കപ്പെടും, നിയന്ത്രിത ഉൽപ്പന്നങ്ങളും സേവനങ്ങളും, അതായത് മദ്യവും മയക്കുമരുന്നും അടക്കമുള്ള ലഹരി പദാർത്ഥങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള കണ്ടന്റുകൾ. 5-മതായി വരുന്നത് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു നിർദ്ദേശം, ആക്രമണത്തിന് ഉപയോഗിക്കുക അല്ലെങ്കിൽ ആക്രമണത്തിന് പ്രേരിപ്പിക്കുക എന്നത്. ഈ തരത്തിലുള്ള പോസ്റ്റുകളും നിയന്ത്രിക്കപ്പെടും, നടപടി വരും. ഇനി അടുത്തതായി വരുന്നതാണ് 3-മത്തെ കാറ്റഗറിയിൽ വരുന്നത്. അതിൽ ഉൾപ്പെടുന്നത് ലൈംഗിക ചൂഷണം, അപമാനിക്കൽ, ഭീഷണി, കുട്ടികളുമായി ബന്ധപ്പെട്ടുള്ള ഈ ലൈംഗിക ചൂഷണങ്ങൾ, മനുഷ്യക്കടത്ത്, ജീവനൊടുക്കുന്നതിന് പ്രോത്സാഹനം എന്നിവ ഉള്ളത്. അതായത് ലൈംഗിക ചൂഷണത്തിന്റെ ഭാഗമായുള്ള സമൂഹ മാധ്യമ ഉപയോഗം പാടില്ല, ആരെയും അപമാനിക്കാനോ ഭീഷണിപ്പെടുത്താനോ പാടില്ല. മറ്റൊന്ന് കുട്ടികളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡാണ്. കുട്ടികളുടെ ലൈംഗികത ഉപയോഗിച്ചുള്ള പോസ്റ്റുകൾ, ചിത്രങ്ങളും വീഡിയോകളും ഉപയോഗിച്ചുള്ള ദുരുപയോഗമെല്ലാം അത് തടയപ്പെടും, ശിക്ഷാർഹമാണ്. അടുത്തത് മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട പോസ്റ്റുകളാണ്. 10-മതായി ജീവനൊടുക്കുന്നതിന് പ്രോത്സാഹനം നൽകുന്ന തരത്തിലുള്ള വീഡിയോകളും പോസ്റ്റുകളും ഉണ്ടെങ്കിൽ അതും നിയന്ത്രിക്കപ്പെടും. അടുത്തതായി വരുന്നത് ഈ ലൈംഗികതയുമായി ബന്ധപ്പെട്ടുള്ള പോസ്റ്റുകൾ തന്നെയാണ്. ലൈംഗികത, നഗ്നത പ്രദർശിപ്പിക്കുക, ലൈംഗിക സേവനങ്ങൾ, വിദ്വേഷ പോസ്റ്റുകൾ തുടങ്ങിയവ നിയന്ത്രിക്കപ്പെടും. ഈ ലൈംഗിക സേവനങ്ങൾക്കായി പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നതും നിയന്ത്രിക്കപ്പെടും. അതിനുശേഷം വിദ്വേഷ പ്രസംഗം അത് നടത്തുന്നതും വീഡിയോ പങ്കുവയ്ക്കുന്നതും ഉറപ്പായും നിയന്ത്രിക്കപ്പെടും. വിദ്വേഷം എഴുതിയുള്ള പോസ്റ്റുകളും അത് നിയന്ത്രിക്കും. ഒരാളുടെ സ്വകാര്യത ലംഘിച്ച് പോസ്റ്റുകൾ ഷെയർ ചെയ്താൽ മെറ്റയ്ക്ക് വീഡിയോ നീക്കം ചെയ്യാം. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു നിർദ്ദേശം അതിക്രമ ദൃശ്യങ്ങളാണ്. അതിക്രമ ദൃശ്യങ്ങൾ പങ്കുവയ്ക്കരുത്. അതിനോടൊപ്പം തന്നെ ഈ രക്തം കൃത്യമായി ബ്ലർ ചെയ്യാതെയൊക്കെ പ്രദർശിപ്പിക്കുന്നതൊക്കെ മെറ്റ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ് അടിയിൽ വരുന്ന ബാധകമായിരിക്കുന്ന കാര്യമാണ്. ഇതൊക്കെ ഉണ്ടെങ്കിലും ഇത്തരത്തിലുള്ള കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ് പാലിക്കാത്ത എല്ലാ പോസ്റ്റുകളും മെറ്റയ്ക്ക് നീക്കാനുള്ള അധികാരമുണ്ട്. അടുത്തത് വ്യാജമായ കോണ്ടന്റുകളാണ്. ഇത്തരത്തിൽ വ്യാജമായ കോണ്ടന്റുകൾ, ആധികാരികമല്ലാത്ത കോണ്ടന്റുകൾ, പിന്നീട് ഹാക്കിംഗ്, അക്കൗണ്ട് മോഷണം തുടങ്ങിയ കോണ്ടന്റുകളൊക്കെ മെറ്റ അപ്പോൾ തന്നെ ഈ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡിന് എതിരാണ്. സൈബർ സെക്യൂരിറ്റിയുടെ ഭാഗമായാണ് അടുത്ത നിർദ്ദേശം വരുന്നത്. ഹാക്കിംഗ്, അക്കൗണ്ട് മോഷണം എല്ലാം ഇതിലാണ് ഉൾപ്പെടുന്നത്, ഈ ഹാക്കിങ്ങിലാണ് ഉൾപ്പെടുന്നത്. വ്യാജ അക്കൗണ്ട് വിവരങ്ങൾ വ്യക്തമായാലും മെറ്റയ്ക്ക് നടപടിയെടുക്കാം. മറ്റൊന്ന് വരുന്നത് മരിച്ചവരുടെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട കാര്യമാണ്. മരിച്ചവരുടെ അക്കൗണ്ട് അതുപോലെ നിലനിർത്താൻ ബന്ധുക്കൾക്ക് അവസരമുണ്ട്, പക്ഷെ അത് വീണ്ടും ഉപയോഗിക്കുന്നതിനും നിയന്ത്രണമുണ്ട്. മരിച്ചവരുടെ പേരിൽ ജീവിച്ചിരിക്കുന്നതായി കാണിച്ച് അക്കൗണ്ട് ഉപയോഗിക്കുക എന്നതും കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡിന് എതിരാണ്. സമാനമായ തെറ്റായ വിവരങ്ങൾ പങ്കുവയ്ക്കുക എന്ന് പറയുന്നത് തീർച്ചയായും അത് ഇത്തരത്തിലുള്ള ബാക്കി എല്ലാ കോണ്ടന്റുകൾക്കും അടിയിൽ വരുന്നതാണ്. തെറ്റായ വിവരങ്ങൾ പങ്കുവയ്ക്കുക എന്നുള്ളത് ഇതും മെറ്റ വിലക്കുകയാണ്. അവസാന നിർദ്ദേശങ്ങൾ കൂടി നോക്കിയാൽ ഒന്ന് വരുന്നത് സ്പാം എന്നുള്ളതാണ്. സ്പാം എന്ന് വെച്ചാൽ ഒരുപാട് പേർ ഒരുമിച്ച്
തെറ്റായ വിവരങ്ങൾ, നിരവധി അനാവശ്യ സന്ദേശങ്ങൾ ഒക്കെ ഷെയർ ചെയ്യുന്നതാണ്. അത്തരത്തിലുള്ള കോണ്ടന്റുകൾ മെറ്റ നീക്കും. നിരവധി അനാവശ്യ സന്ദേശങ്ങൾ, വാണിജ്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന സന്ദേശങ്ങൾ, ഇത്തരം ഉപയോഗങ്ങൾ എല്ലാം അത് മെറ്റ നിയന്ത്രിക്കപ്പെടും. അടുത്ത രണ്ടെണ്ണം വരുന്നത് കോപ്പിറൈറ്റുമായി ബന്ധപ്പെട്ടുള്ളതാണ്. കോപ്പിറൈറ്റ്, ട്രേഡ് മാർക്ക്, മെറ്റ IP. ഇതാണ് അടുത്തതായി വരുന്നത്. ഓരോ കോണ്ടന്റുകളിലും അവരവരുടേത് തന്നെ ആയിരിക്കണമെന്ന് മെറ്റ നിർബന്ധം പിടിക്കുന്നു. മറ്റൊരാൾക്ക് കോപ്പിറൈറ്റ് ഉള്ളത് നമ്മുടേതെന്ന തരത്തിൽ പോസ്റ്റ് ചെയ്യാൻ പാടില്ല. ചാനലുകളുടെ ദൃശ്യങ്ങൾ അവരുടെ പേജിൽ പോകുന്നത് കട്ട് ചെയ്തിടുക. സ്പോർട്സ്, സിനിമ തുടങ്ങിയ ദൃശ്യങ്ങളൊക്കെ സ്വന്തമായി ഇടുന്നതെല്ലാം ഇതിനു ഉള്ളിൽ വരുന്നതാണ്. സമാനമായി മെറ്റയ്ക്ക് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയിലുള്ള കോപ്പിറൈറ്റുള്ള പോസ്റ്റുകളും സ്വന്തമായി പോസ്റ്റ് ചെയ്യാനാകില്ല. അതായത് മെറ്റ IP എന്ന് പറയുന്നത് മെറ്റയുടെ ചില ട്രേഡ് മാർക്കുകൾ, മെറ്റയുടെ ചില കോപ്പിറൈറ്റുകളുണ്ട്. അത് മറ്റാർക്കും, മെറ്റയുടെ കൃത്യമായി എഴുതി തയ്യാറാക്കിയ രേഖകളില്ലാതെ മറ്റാർക്കും ഉപയോഗിക്കാനാവില്ല എന്നുള്ളതാണ് ഈ മെറ്റ IPയിൽ വരുന്നത്. അടുത്തതായി വരുന്നത് കുട്ടികളുടെ സുരക്ഷയാണ്. കുട്ടികളുടെ സുരക്ഷയ്ക്ക് പ്രശ്നമുള്ള ഒരു പോസ്റ്റും മെറ്റ അനുവദിക്കില്ല. ഈ പോസ്റ്റുകളൊക്കെ നിയന്ത്രിക്കപ്പെടും. പിന്നെ വരുന്നതാണ് ഈ പ്രാദേശിക നിയമങ്ങൾ എന്നുള്ളത്. പ്രാദേശിക നിയമങ്ങൾ നമ്മളെല്ലാവരും കുറച്ച് ദിവസമായി ചർച്ച ചെയ്യുന്ന കാര്യമാണ്. ഈ പ്രാദേശിക നിയമങ്ങൾ മെറ്റയിലും ബാധകമാണ്. അതായത് യൂറോപ്യൻ രാജ്യങ്ങളിലും ചൈനയിലും ഉള്ള നിയമങ്ങളൊന്നും ആകില്ലല്ലോ ഇന്ത്യയിൽ ഉണ്ടാവുക. നമ്മുടെ രാജ്യത്ത് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ, ഇന്ത്യയിൽ പ്രവർത്തിക്കുമ്പോൾ ഇന്ത്യൻ നിയമങ്ങൾ കൂടി ബാധകമാക്കുക. ഇന്ത്യൻ IT നിയമത്തിലെ വ്യവസ്ഥകൾക്കെതിരായ ഒരു പോസ്റ്റുകൾക്കും മെറ്റ അംഗീകാരം നൽകില്ല. ഈ പോസ്റ്റുകൾക്കെല്ലാം നിയന്ത്രണം വരും. അവസാനമായിട്ടാണ്, ഏറ്റവും ഒടുവിലത്തതാണ് ഉപഭോക്താക്കളുടെ ആവശ്യാനുസരണം എന്നുള്ളത്. ഈ ഉപഭോക്താക്കളുടെ ആവശ്യം എന്ന് പറയുന്നത് ഒരു പോസ്റ്റിനെതിരെ വ്യാപകമായി ഉപഭോക്താക്കൾ അഭിപ്രായം രേഖപ്പെടുത്തിയാൽ ആ പോസ്റ്റോ അക്കൗണ്ടോ ഡിലീറ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. കാരണം സാധാരണഗതിയിൽ ഇത് ദുരുപയോഗം ചെയ്യപ്പെടുന്നതും കാണാറുണ്ട്. അഭിപ്രായം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മാസ് റിപ്പോർട്ട് ചെയ്ത് പൂട്ടിക്കുന്ന പതിവൊക്കെ ഉള്ളതാണ്. എന്നിരുന്നാൽ കൂടി ഇത്തരം മാസ് റിപ്പോർട്ടുകൾ വന്നാലും മെറ്റ അതിനെതിരെ പഠിക്കും, വിഷയത്തിൽ കൂടുതൽ പഠനം നടത്തും. എന്നിട്ട് മാത്രമേ ഇത് കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡിന് എതിരാണെന്ന് അംഗീകരിച്ചുകൊണ്ട് മെറ്റ കളയുകയുള്ളൂ. മെറ്റയുടെ ഭാഗത്തു നിന്നുള്ള പഠനം കൂടി ഉണ്ടാകും. ഇത്രയൊക്കെയാണ് നമ്മൾ പറഞ്ഞ 27 എണ്ണം. അതിൽ 22 പ്രൈമറി കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ്സ് ആയിട്ട് വരുന്നത്. ഇത്രയൊക്കെയാണ് മെറ്റയുടെ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നത്. ഇതെല്ലാം ബാധകമാണെങ്കിലും കൃത്യമായി തന്നെ ഇത് നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് തന്നെയാണ് ഉത്തരം. വിദ്വേഷത്തിനും ഈ മുകളിൽ പറഞ്ഞ ഓരോ കുറ്റത്തിനും കണക്കാക്കാവുന്ന പോസ്റ്റുകൾ നിങ്ങളുടെ മെറ്റ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോഴും ഉണ്ടാകും. പരമാവധി മാർഗനിർദ്ദേശങ്ങൾ ഉപയോഗിച്ച് തടയുന്നുണ്ടെന്ന് മെറ്റയും അവകാശപ്പെടുന്നുണ്ട്. എന്നിരുന്നാൽ കൂടി നമുക്കിപ്പോഴും പല പോസ്റ്റുകളും പല വീഡിയോകളും പലരുടെയും സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റവും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് ഇത്തരത്തിലുള്ള സമൂഹ മാധ്യമങ്ങൾ. അതുകൊണ്ട് അവിടെ പോസ്റ്റ് ചെയ്യുന്ന ഓരോ കണ്ടന്റിനും ഓരോ തരത്തിലേക്കാണ് അത് പുറത്തേക്ക് പോകുന്നുള്ളത്. നമ്മൾ എന്താണോ പോസ്റ്റ് ചെയ്യുന്നത്, നമ്മൾ എന്താണോ നാട്ടുകാർ കാണണമെന്ന് ആഗ്രഹിക്കുന്നത്, അത് മാത്രമാണ്. അതൊരു മനുഷ്യൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ചിലപ്പോൾ യാതൊരു ബന്ധവും ഉണ്ടാകില്ല. എന്നിരുന്നാൽ കൂടി ഇത്രയും കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ്സ് മെറ്റ പാലിക്കപ്പെടുന്നുണ്ട്. ഇത്രയും കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ്സ് പാലിച്ചുകൊണ്ട് മാത്രമേ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഈ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളത്.